ഹായ് ഓൾ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഗ്രി ലെവൽ പ്രിലിംസിന് ആവശ്യമായിട്ടുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന ഡിഗ്രി പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി ചർച്ച ചെയ്ത് പോകാനാണ് നമ്മൾ ഈ സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് കേൾക്കുന്നത് നമ്മൾ കാണുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിലൊരു 25% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ അതിലുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, മത്സരിച്ച് പഠിക്കുക. നമുക്ക് സമയമുണ്ട്, ആ സമയത്തിനകം നമുക്ക് നമ്മുടെ സിലബസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം പഠിച്ചു തീർക്കാൻ സാധിക്കും. നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന? ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ശരിയായ ഒന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. 1. പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ് ഇത് ആരംഭിക്കുകയും നയിക്കുകയും ചെയ്തത്. പാശ്ചാത്യരുടെ സ്വാധീനത്തിൽ മധ്യവർഗമാണ്, ശരിയാണല്ലേ. മധ്യവർഗത്തിലെ ജനങ്ങളും താഴേക്കിടയിലെ ജനങ്ങളെയുമാണ് ഇത് വളരെയധികം ബാധിച്ചത്. അപ്പം താഴേക്കിടയിലെ ജനങ്ങൾ എന്താ, അവർ അടിമകളെ പോലെ പണിയെടുക്കുകയായിരുന്നു. മധ്യവർഗത്തിൽ നിന്നുള്ളവരാണ് എന്ത്, ഇതിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2. അവർക്ക് പരമ്പരാഗത സ്ഥാപനങ്ങൾ, വിശ്വാസങ്ങൾ, സാമൂഹിക ബന്ധങ്ങൾ എന്നിവയോട് വിമർശനാത്മക മനോഭാവം ഉണ്ടായിരുന്നത്. ശരിക്കും ഈ പരമ്പരാഗതമായിട്ട് വന്ന സ്ഥാപനങ്ങളും അതുപോലെ ഓരോരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സിനോടൊക്കെ അവരൊരു അതിനെയൊക്കെ വിമർശിക്കുകയായിരുന്നു. ഒരു വിമർശനാത്മക മനോഭാവമായിരുന്നു. അതും ശരിയാണ്. നമ്മൾ ഇതൊന്ന് നല്ലപോലെ ശ്രദ്ധിച്ച് വായിക്കണം, എങ്കിലാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ സ്റ്റേറ്റ്മെൻറ്റ്. അവർ ജാതി വ്യവസ്ഥയെ അപൂർവമായി വിമർശിച്ചു. വളരെ തെറ്റാണല്ലേ. ജാതി വ്യവസ്ഥയെ ആയിരുന്നു അവർ എതിർത്തിരുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം അല്ലേ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ 1ഉം 2ഉം നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, അഭിനവ ഭാരത യുവക് സംഘ് സ്ഥാപിച്ചത് ആരാണ്? അഭിനവ ഭാരത യുവക് സംഘ് സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു ആണ്. ഓപ്ഷൻ ഡി, AV കുഞ്ഞമ്പു. അപ്പോൾ അഭിനവ ഭാരത യുവക് സംഘ് സ്ഥാപിച്ചത് AV കുഞ്ഞമ്പു ആണ്. ഭഗത് സിംഗ് രൂപീകരിച്ച നവജവാൻ പാർട്ടിയുടെ മാതൃകയിലാണ് അഭിനവ ഭാരത യുവക് സംഘം രൂപീകരിച്ചത്. അപ്പം ആരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ്? ഭഗത് സിംഗിൻ്റെ നവജവാൻ പാർട്ടിയുടെ മാതൃകയിലാണ് അഭിനവ ഭാരത യുവക് സംഘം രൂപീകരിച്ചത്. ഈ സംഘത്തിൻ്റെ സ്ഥാപകനും പ്രവർത്തകനും AV കുഞ്ഞമ്പു തന്നെയായിരുന്നു. ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുവാനായി ധാരാളം പൊതുപ്രവർത്തനങ്ങളും അഭിനവ ഭാരത യുവ സംഘ് നടത്തിയിരുന്നു. അപ്പം AV കുഞ്ഞമ്പു, അഭിനവ ഭാരത യുവക സംഘ്, ഭഗത് സിംഗിൻ്റെ നവജവാൻ പാർട്ടിയിൽ നിന്നും പാർട്ടിയുടെ മാതൃകയിൽ രൂപീകരിച്ചതാണ് അഭിനവ ഭാരത യുവക സംഘ്. അടുത്ത ക്വസ്റ്റ്യൻ, 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടിക താഴെ കൊടുക്കുന്നു. അവയിൽ ശരിയായ പൊരുത്തം തിരഞ്ഞെടുക്കുക. അപ്പോൾ 1930കളിൽ സ്ത്രീകൾ കൂടുതലായി പങ്കെടുത്ത കേരളത്തിലെ രാഷ്ട്രീയ സംഭവങ്ങളുടെ പട്ടികയാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായതാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം TC കൊച്ചുകുട്ടിയമ്മ. ഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം TC കൊച്ചുകുട്ടിയമ്മ ശരിയാണ്. ചാലപ്പുറം ഗവൺമെൻറ് സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ സമരം ജയലക്ഷ്മി, ഇതും ശരിയാണ്. ക്ഷേത്രപ്രവേശന പരിപാടി PM കമലാവതി ശരിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാം എന്നുള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇതെല്ലാം നമ്മൾ പഠിച്ചതാട്ടോ. കേരള ചരിത്രം പഠിച്ചപ്പോൾ പഠിച്ച ഫാക്റ്റുകളാണ്. അപ്പോൾ കേരള ചരിത്രത്തിൻ്റെ ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യാതെ കാണണേ. അടുത്ത ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്?
ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭു പുറപ്പെടുവിച്ചു. ശരിയാണല്ലേ, കഴ്സൺ പ്രഭു ആയിരുന്നു ബംഗാൾ വിഭജനം അനൗൺസ് ചെയ്തത്. അടുത്തത്, ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. അതായത് ജനങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞാൻ തുടങ്ങിയപ്പോൾ അത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ആശയമായിരുന്നു അവിടെ കഴ്സൺ പ്രഭു കൊണ്ടുവന്നത്. മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി അതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടു. അപ്പോൾ അവർ കണ്ടില്ല എന്നുള്ളതാ, കണ്ടു എന്നുള്ളതാണ് അവിടെ. അപ്പം നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉമാണ്. അതായത് ബംഗാളിനെ വിഭജിച്ചത് എന്താണ്? മതത്തിൻ്റെയും കൂടെ പേരിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയൊക്കെ വേർതിരിച്ച് വിഭജിച്ചപ്പോൾ ഇതിനെ അവരൊരു മതപരമായ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇതിനെ ബംഗാളിനെ വിഭജിച്ചത്. 1905 ഒക്ടോബർ 16 അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. അദ്ദേഹം ഈ വിഭജനം കൊണ്ടുണ്ടായ വൻപിച്ച രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെ തുടർന്ന് പശ്ചിമ പൂർവ്വ ബംഗാളുകൾ 1911 വീണ്ടും ഒരുമിക്കുന്നത്. ബംഗാൾ വിഭജനം എന്ന ആശയം ആദ്യമായി പരിഗണിച്ചത് 1903 കേട്ടോ. അപ്പം ഈ ബംഗാൾ വിഭജനം കൊണ്ടുവന്നത് ആരാണ്? കഴ്സൺ പ്രഭു ആയിരുന്നു. അദ്ദേഹം ഇതിനായിട്ടൊരു പൊതുജനാഭിപ്രായം അറിയുന്നതിന് കിഴക്കൻ ജില്ലകളിൽ ഒരു ഔദ്യോഗിക സന്ദർശനമൊക്കെ നടത്തി. പ്രമുഖ വ്യക്തികളുമായി കൂടിക്കാഴ്ചകളൊക്കെ നടത്തി അദ്ദേഹം. അതിനൊക്കെ ശേഷമാണ് ഈ വിഭജന പദ്ധതി അനുസരിച്ച് പുതുതായി രൂപവൽക്കുന്ന പ്രവിശ്യയിൽ ത്രിപുര ഹിൽ സംസ്ഥാനം, ചിറ്റഗോങ്, ധാക്ക, രാജ്ഷാഹി എന്നീ ഡിവിഷനുകളൊക്കെ തുടങ്ങാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ അതായത് ഇത് നമ്മളെ വേർതിരിച്ച് നിർത്തി ഭിന്നിപ്പിച്ച് ഭരിക്കുകയായിരുന്നു കഴ്സൺ പ്രഭു മുന്നോട്ട് വെച്ച ആശയം. 1905 ജൂലൈ 20 ഈ പ്രവിശ്യ നിലവിൽ വരുത്തുവാനുള്ള അന്തിമ തീരുമാനം സർക്കാർ പ്രഖ്യാപിച്ച് ബംഗാൾ വിഭജനം 1905 ഒക്ടോബർ 16 തന്നെ നടത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ബംഗാൾ വിഭജനം നടന്നത് 1905. ബംഗാൾ വിഭജനം നടന്നപ്പോൾ ആരായിരുന്നു വൈസ്രോയി? കഴ്സൺ പ്രഭു. ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം 1911. 1911 ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്തത് അതാരാണ്? ഹാർഡിഞ്ച് ആയിരുന്നു. ഹാർഡിഞ്ച് പ്രഭു ആയിരുന്നു. നമ്മൾ വൈസ്രോയിമാരെ പറ്റിയും ഗവർണർ ജനറൽമാരെ പറ്റിയൊക്കെ ക്ലാസ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ നല്ലതുപോലെ മനസ്സിലാകും. അപ്പം ഹാർഡിഞ്ചാണ് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത്. അതുപോലെ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വർഷം 1911. അടുത്ത ക്വസ്റ്റ്യൻ, 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? 1975 അടിയന്തരാവസ്ഥ പുറപ്പെടുവിച്ചതിനെ കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത്. ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് ഇത് ചുമത്തിയത് എന്നുള്ളത് ശരിയാണ്. അടിയന്തരാവസ്ഥയുടെ പ്രഖ്യാപനം ഭരണഘടനയുടെ മൗലികാവകാശങ്ങളും ഫെഡറൽ വ്യവസ്ഥകളും പൗരാവകാശങ്ങളും താൽക്കാലികമായി നിർത്തിവെച്ചു. അതും ശരിയാണ്. ഉത്തരവുകളുടെയും നിയമങ്ങളുടെയും ഭരണഘടനാ ഭേദഗതികളുടെയും പരമ്പരകൾ, എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനം പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരം എന്നിവയും കുറച്ചു. അതും ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദസല എന്ന ഭൂമി റവന്യൂ സംവിധാനം സ്ഥാപിച്ചത് ആരാണ്? ദസല എന്ന റവന്യൂ ഭൂമി സംവിധാനം സ്ഥാപിച്ചത് ഓപ്ഷൻ സി അക്ബറാണ് ഉത്തരം. അക്ബറാണ് ദസല എന്ന റവന്യൂ ഭൂമി സംവിധാനം സ്ഥാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കൂട്ടുകെട്ടുകളിൽ ഏതാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങൾ ശരിയായി പ്രതിനിധീകരിക്കുന്നത്? ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലങ്ങളെ ശരിയായി പ്രതിനിധീകരിക്കുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിൻ്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻ. ഓപ്ഷൻ സി ഹബ്സ്ബർഗ് സാമ്രാജ്യത്തിൻ്റെ തകർച്ച, റഷ്യൻ വിപ്ലവം, ലീഗ് ഓഫ് നേഷൻസ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, ദേശീയ പരമാധികാരമെന്ന അവകാശവാദമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. ദേശീയ
പരമാധികാരമെന്ന അവകാശവാദവുമായാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങിയത്. പ്രസ്താവന 2. സ്വയം പ്രതിരോധം അല്ലാതെ ഫ്രാൻസിന് ഒരിക്കലും യുദ്ധം ജയിക്കാനാവില്ലെന്ന് 1790 ദേശീയ അസംബ്ലി അവകാശപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് പെരിയാർ നദിയുടെ പോഷക നദികൾ? മംഗലംപുഴ, ഇടമലയാറ്, ഗായത്രിപ്പുഴ. പെരിയാർ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം, മംഗലംപുഴയും ഇടമലയാറും. അടുത്ത ക്വസ്റ്റ്യൻ, 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക. ലിസ്റ്റ് 1ൽ ഹിമാലയത്തിലെ ഡിവിഷനുകളും ലിസ്റ്റ് 2ൽ നദികളുമായാണ് തന്നിരിക്കുന്നത്. അപ്പം ജോഗ്രഫിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇത്. ഇവിടെ പഞ്ചാബ് ഹിമാലയത്തിന് ചേരുന്നത് ഏതാണ്? അത് ഇൻഡസ് ടു സത്ലജ് A2 പോകുന്നത്. അടുത്തത് കുമയൂൺ ഹിമാലയത്തിൻ്റെ ഉത്തരം വരുന്നത് ഏതാണ്? സത്ലജ് ടു കാളി നദിയാണ്. അടുത്തത് നേപ്പാൾ കാളി ടു ടീസ്തയാണ് അല്ലേ. അടുത്തത് അസ്സാം ആണെങ്കിൽ ടീസ്ത ടു ബ്രഹ്മപുത്ര. അപ്പം നമ്മുടെ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. പഞ്ചാബ് ഹിമാലയം ഇൻഡസ് ടു സത്ലജ്, കുമയൂൺ ഹിമാലയം സത്ലജ് ടു കാളി, നേപ്പാൾ ഹിമാലയം കാളി ടീസ്ത, അസ്സാം ഹിമാലയം ടീസ്ത ബ്രഹ്മപുത്ര. അടുത്ത ക്വസ്റ്റ്യൻ, കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ ആണ്? കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? മർദ്ദവ്യത്യാസം ഉണ്ടല്ലേ, ശരിയാണ്. കൊറിയോലിസിസ് എഫക്റ്റ്, കൊറിയോലിസിസ് പ്രവാഹം വരുന്നുണ്ട്. കാറ്റിൻ്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്നതാണ് മർദ്ദവ്യത്യാസവും കൊറിയോലിസിസ് പ്രവാഹം. പിന്നെ കർഷണം. അപ്പോൾ നമ്മുടെ ഉത്തരം ഡി ആണ്, 1, 2, 3. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു. ഒത്തുചേരുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു. മേൽപ്പറഞ്ഞവയിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? തീവ്രമായ ഭൂകമ്പ പ്രവർത്തനം ലിത്തോസ്ഫെറിക് പ്ലേറ്റ് അതിരുകളിൽ സംഭവിക്കുന്നു, അത് ശരിയാണ്. ഒത്തുചേരുന്ന ലിത്തോസ്ഫെറിക് പ്ലേറ്റുകൾ അതിരുകളുടെ സമുദ്രഫലകങ്ങൾ സബ്ഡക്ഷന് വിധേയമാകുന്നു, അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 1, 2 ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് എഫക്റ്റ് FRBMA 2003 ബന്ധപ്പെട്ട് താഴെ പറയുന്ന ലക്ഷ്യങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1. ധനക്കമ്മി GDPയുടെ 5% കുറയ്ക്കണം. 2. റവന്യൂ കമ്മി പൂർണ്ണമായും ഇല്ലാതാക്കണം. 3. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. റവന്യൂ കമ്മി പൂർണ്ണമായും ഇല്ലാതാക്കണം, സാമ്പത്തിക പ്രശ്നങ്ങളിൽ കൂടുതൽ സുതാര്യത വേണം. താഴെ പറയുന്ന ഡേറ്റയിൽ നിന്നും ഫാക്ടർ വിലയ്ക്ക് NNB കണക്കാക്കുക. NNB കണക്കാക്കാനാണ്. NNBയുടെ വിപണി വില 5000 കോടി, വിപണി വില രൂപ 5000 കോടിയും പരോക്ഷ നികുതി രൂപ 400 കോടി, സബ്സിഡി രൂപ 200 കോടി. ഇവിടെ താഴെ പറയുന്ന ഡേറ്റയിൽ നിന്നും ഫാക്ടർ വിലയ്ക്ക് NNB കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ NNBയുടെ വിപണി വില രൂപ 5000 കോടി, പരോക്ഷ നികുതി രൂപ 400 കോടി, സബ്സിഡി രൂപ 200 കോടി. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 4800 കോടി രൂപ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, 4800 കോടി രൂപയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ: 1. ബാങ്ക് നിരക്ക്, 2. വേരിയബിൾ റിസർച്ച് ആവശ്യങ്ങൾ,
3 തുറന്ന വിപണി പദ്ധതികൾ. മേൽപ്പറഞ്ഞവയിൽ ശരിയായത് ഏതാണ്? എല്ലാം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. ക്രെഡിറ്റ് നിയന്ത്രിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ബാങ്ക് നിരക്ക്, വേരിയബിൾ റിസർവ് ആവശ്യങ്ങൾ, തുറന്ന വിപണി പദ്ധതികൾ. അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ. പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങൾ തന്നിരിക്കുന്നത്. അവയെ ആരോഹണ ക്രമത്തിൽ കാലക്രമ പട്ടിക ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കുക, ഇവിടെ ചോദിച്ചിരിക്കുന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സമഗ്ര വളർച്ച, ദ്രുതഗതിയിലെ വ്യവസായവൽക്കരണം, കാർഷിക വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ആദ്യം വരുന്നത് ഏതാണ്? കാർഷിക വികസനം അല്ലേ? കൃഷിക്കായിരുന്നു ആദ്യം പ്രാധാന്യം കൊടുത്തത്. ദെൻ ദ്രുതഗതിയിലുള്ള വ്യവസായവൽക്കരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സമഗ്ര വളർച്ച. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. 2020 സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ പുരസ്കാരത്തിന് പോൾ ആർ മിൽഗ്രോമും റോബർട്ട് ബി വിൽസണും അർഹരായത് അവരുടെ ഏത് സംഭാവനയ്ക്കാണ്? 2020 കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് 2021 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ലേല സിദ്ധാന്തത്തിൻ്റെ പുനർനിർമ്മിതിക്കും പുതിയ ലേല ഫോർമാറ്റിൻ്റെ കണ്ടുപിടുത്തത്തിനുമായിരുന്നു ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. 21ാമത്തെ ക്വസ്റ്റ്യൻ. തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? തിരഞ്ഞെടുപ്പ് ഫോട്ടോ തിരിച്ചറിയൽ കാർഡിൻ്റെ പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ് പതിപ്പ് ഏതാണ്? ഓപ്ഷൻ സി ഇ എപ്പിക് എന്നുള്ളതാണ്. അതിൽ സ്മോൾ ലെറ്റർ ഇ ആണ് വരുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോണം. ഇ എപ്പിക്, അതിൽ ഈ സ്മോൾ ലെറ്റർ വരുന്നതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 22. ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് എൻക്യാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്ക് ഏതാണ്? ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിനും എൻക്യാഷ് ചെയ്യുന്നതിനും അംഗീകാരമുള്ള ഇന്ത്യയുടെ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 23ാമത്തെ ക്വസ്റ്റ്യൻ. അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഒരു വ്യക്തി ഗവൺമെൻറ്റിൻ്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാവരുത്. ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഭാഗം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യരുത്. അധികാരങ്ങളുടെ വിഭജനമാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിൻ്റെ പ്രവർത്തന വ്യവഹാരം ചെയ്യരുത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അധികാരങ്ങളുടെ വിഭജനം എന്ന പദം സൂചിപ്പിക്കുന്നത് ഈ മോളിൽ പറഞ്ഞത് എല്ലാം എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. എന്താണ് അധികാരങ്ങളുടെ വിഭജനം? ഒരു വ്യക്തി ഗവൺമെൻറ്റിൻ്റെ ഒന്നിലധികം കാര്യങ്ങളുടെ ഭാഗമാവരുത്. ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം മറ്റു ഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുക. അതിനാണല്ലോ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിൻ്റെ പ്രവർത്തനം വ്യവഹാരം ചെയ്യരുത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡാഷ് അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നത്? എന്താ? ആർട്ടിക്കിൾ 1 പരമാധികാരം എന്ന വാക്കാണോ, ആമുഖമാണോ, അതോ ഭാഗം 3 ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആമുഖമാണല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അധികാര സ്രോതസ് ഇന്ത്യൻ ജനങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളാണ് അധികാരികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത്? ക്ലാസിക്കൽ ഭാഷ അല്ലാത്തത് ഏതാണ്? അത് ഹിന്ദിയാണ് അല്ലേ. ബാക്കിയെല്ലാം ക്ലാസിക്കൽ ഭാഷയാണ്. ഹിന്ദി ക്ലാസിക്കൽ ഭാഷ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത്? താഴെ തന്നിരിക്കുന്ന ഏത് സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഏത് സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ മേലാണ് ഗുവാഹത്തി ഹൈക്കോടതിക്ക് അധികാരമുള്ളത്? ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി. നമുക്ക് ഇത് മുകളിൽ പറഞ്ഞവയെല്ലാമാണല്ലേ. ഗുവാഹത്തി ഹൈക്കോടതിയിലെ കീഴിൽ വരുന്നതാണ് അസം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഗുവാഹത്തി ഹൈക്കോടതിയുടെ അധികാരത്തിൽ വരുന്നതാണ് അസം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ.
താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായത് അല്ലെങ്കിൽ തെറ്റായവ കണ്ടുപിടിക്കുക. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. തെറ്റായതാട്ടോ ചോദിച്ചിരിക്കുന്നത്. നമ്മളോട് തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്, അത് ശരിയാണ്. രാജ്യസഭയിലെ എല്ലാ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നത് ആനുപാതിക പ്രാതിനിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. തെറ്റാണ്. രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നവരുമുണ്ട്. അതിൻ്റെ ചെയർമാൻ അതിൻ്റെ അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നു. തെറ്റാണ്. ഉപരാഷ്ട്രപതിയാണല്ലേ. അപ്പോൾ ഇതിൽ നമ്മുടെ ഉത്തരം എന്താണ്? സി ആണ് നമ്മുടെ ഉത്തരം. തെറ്റായത് 2ഉം 3ഉമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മൗലിക അവകാശങ്ങൾ എന്നാൽ എന്താണ്? മൗലിക അവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നവ ആണ്. മൗലിക അവകാശങ്ങൾ ന്യായവാദത്തിന് അർഹമാണ്. സമ്പൂർണ്ണമായതാണോ? അല്ല, സമ്പൂർണ്ണമായതല്ല. നെഗറ്റീവോ പോസിറ്റീവോ ആകാം. ശരി. ഭേദഗതി വരുത്താവുന്നതാണ്. ശരി. അപ്പോൾ ഇതിൽ തെറ്റെന്ന് പറയുന്നത് 2 മാത്രമാണ്. ബാക്കിയെല്ലാം മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ലോക്പാലിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ലോക്പാലിൻ്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് പിനാക്കി ചന്ദ്ര ഘോഷാണ് ലോക്പാലിൻ്റെ ആദ്യത്തെ ചെയർമാൻ. പിനാക്കി ചന്ദ്ര ഘോഷ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 9A ചേർത്തത് താഴെ പറയുന്നവയിൽ ഏത് വഴിയാണ്? ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് 9A ചേർത്തതെന്ന് ചോദിച്ചാൽ 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് അല്ലെങ്കിൽ ഏവ ആണ് പോസ്കോയെക്കുറിച്ച് ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് PSCയുടെ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 31ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. സോളമൻ്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരാണ്? സോളമൻ്റെ തേനീച്ചകൾ എന്ന ഓർമ്മക്കുറിപ്പ് എഴുതിയത് ആരാണ്? അത് ജസ്റ്റിസ് KT തോമസ് ആണ്. ജസ്റ്റിസ് KT തോമസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് അച്ചടിയായ ഡാബു പ്രിൻറ്റിംഗ് കാണാൻ സാധിക്കുന്നത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മണ്ണിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഹാൻഡ് ബ്ലോക്ക് അച്ചടിയായ ഡാബു പ്രിൻറ്റിംഗ് കാണാൻ സാധിക്കുന്നത്? എവിടെയാണ്? അതും ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിലെ 2ാമത്തെ കലാരൂപം? യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാനവിക പൈതൃകം വിളിച്ചോതുന്ന കേരളത്തിൻ്റെ 2ാമത്തെ കലാരൂപമാണ് ഓപ്ഷൻ എ മുടിയേറ്റ്. മുടിയേറ്റാണ് ഉത്തരം. ഓപ്ഷൻ എ മുടിയേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അവകാശങ്ങളിൽ പെടാത്തത്? 1. രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കാനുള്ള അവകാശം. അത് ആർക്കാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയാണ്. വോട്ടെടുപ്പ് ചെലവുകൾ പരിധി നിശ്ചയിക്കാനുള്ള അവകാശവും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് ശരിയാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കാനുള്ള അവകാശവും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തിരഞ്ഞെടുപ്പിൽ എത്ര പാർട്ടികൾക്ക് മത്സരിക്കാൻ കഴിയുമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം. തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അതിനുള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല. അടുത്തത്. 2021 ദേശീയ സംയോജനത്തെക്കുറിച്ചുള്ള മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടിയ ചിത്രം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. താജ്മഹലാണ് ഉത്തരം. താജ്മഹൽ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ കോവാക്സിനെ സംബന്ധിച്ച് ശരിയായവ ഏത്? കോവാക്സിനെ സംബന്ധിച്ച് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. കോവാക്സിൻ COVID-19 നിർമ്മിച്ച ഇന്ത്യയുടെ തദ്ദേശീയ വാക്സിനാണ്. ശരിയാണ്. ഇതൊരു ഇൻട്രാനേസൽ വാക്സിനാണ്. തെറ്റാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് വികസിപ്പിച്ചത്. അതും തെറ്റാണ്. അപ്പോൾ ഇവിടുത്തെ ശരി എന്ന് പറയുന്നത് ഏതാ? കോവാക്സിൻ COVID-19 ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വാക്സിനാണ്. ഓപ്ഷൻ എ ആണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ. മാണിക ബത്ര താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാണിക ബത്ര ഓപ്ഷൻ സി ടേബിൾസ് ടെന്നീസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ, അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആര്? അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ആനന്ദ് നീലകണ്ഠൻ. അസുര കീഴടക്കിയവരുടെ കഥ എഴുതിയത് ആനന്ദ് നീലകണ്ഠനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആരാണ് വള സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത്? വള സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ സി പണ്ഡിറ്റ് KP കറുപ്പനാണ് വാല സമുദായ പരിഷ്കരണി സഭ ആരംഭിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. അടുത്തത്, അക്സസ് സമയം ഡാഷിനെ സൂചിപ്പിക്കുന്നു. എന്താണ്? ഓപ്ഷൻ എ ആണ്. സംഭരിച്ച ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയമാണ് ആക്സസ് സമയം എന്നത്. സംഭരിച്ചു വെച്ചിരിക്കുന്ന ഡേറ്റ കണ്ടെത്തുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ട സമയമാണ് ആക്സസ് സമയം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിൻ്റെ ഒരു ഉദാഹരണം? മുൻകൂർ ചെയ്യാത്ത ഷെഡ്യൂളിങ്ങിൻ്റെ ഒരു ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ്. ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകുക എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിപ്പിക്കാത്തതുമായ നെറ്റ്വർക്ക് ടോപ്പോളജി എന്താണ്? നെറ്റ്വർക്ക് ടോപ്പോളജിക്ക് പറയുന്നതാണ് സ്റ്റാർ എന്ന്. ഉപകരണങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാത്തതും ഹബ് ഒരു കേന്ദ്ര കൺട്രോളറായി പ്രവർത്തിക്കാത്തതുമായ നെറ്റ്വർക്ക് ടോപ്പോളജിയാണ് സ്റ്റാർ. അടുത്തത്, റോമൻ നമ്പർ സിസ്റ്റം എന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റമാണ് റോമൻ നമ്പർ സിസ്റ്റം. സ്ഥാനപരമല്ലാത്ത നമ്പർ സിസ്റ്റം. അടുത്തത്, ഫ്ലോ ചാർട്ട് ഒരു തരം ഡാഷ് ആണ്. എന്താണ് ഫ്ലോ ചാർട്ട്? ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഒരു ഡയമെൻഷണൽ ഗ്രാഫിക്ക്, ത്രിമാന ഗ്രാഫിക്ക്, ദ്വിമാന ഗ്രാഫിക്ക്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷം? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ച വർഷമാണ് 1969. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ജലദിനം എന്നാണ്? ലോക ജലദിനം എന്നാണ്? മാർച്ച് 22 ലോക ജലദിനം. അടുത്ത ക്വസ്റ്റ്യൻ, 2008 IT ആക്ട് 66A വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്? 2008 IT ആക്ട് 66A വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ്. ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. 2008 IT ആക്ട് 66A വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആക്ഷേപകരമായ സന്ദേശങ്ങൾ അയക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സിറോളജി ടെസ്റ്റ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് സിനോണിം ഓഫ് അക്കിൻ എന്നുള്ളതിൻ്റെ സിനോണിംസ് ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, സിമിലർ എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഡോണ്ട് നോ ഇഫ് ഹീ ഈസ് കമ്മിങ് ഹിയർ ഈഫ് ഈസ് യൂസ്ഡ് ടു. ഇവിടെ ഈഫ് എന്തായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ്. ടു എക്സ്പ്രസ് എ ഡൗട്ട്, ഒരു സംശയത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈഫ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹൗസ് ഈസ് സോ ഡേർട്ടി ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ മോഡൽ ഓക്സിലറി? ദ ഹൗസ് ഈസ് സോ ഡേർട്ടി ഐ റിയലി മസ്റ്റ് ക്ലീൻ ഇറ്റ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദ മോഡൽ ഓക്സിലറിയുടെ യൂസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പം ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹി ഡാഷ് എ ലാർജ് ബിൽ അറ്റ് ദ ഷോപ്പിംഗ് സെൻറ്റർ യെസ്റ്റർഡേ. ഹി ഡാഷ് എ ലാർജ് ബിൽ അറ്റ് ദ ഷോപ്പിംഗ് സെൻറ്റർ യെസ്റ്റർഡേ. ചൂസ് ദ കറക്റ്റ് ഫ്രേസൽ വെർബ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റാൻ അപ്പ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് വാർ നെവർ സോൾവ്സ് എനിത്തിങ്. ചൂസ് ദ റൈറ്റ് ഡിറ്റർമിനർ. ഡാഷ് വാർ നെവർ സോൾവ്സ്
എനിത്തിങ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. എ വാർ നെവർ സോൾവ്സ് എനിത്തിങ് എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. The train will arrive at the station at dash 6:15 p.m. Choose the right adverb. The train will arrive at the station at exactly 6:15 p.m. Exactly ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. റോസ പാർക്സ് എ ത്രോൺ ഓഫ് ദ Montgomery bus for refusing to give up her seat to a white passenger. Which definition fits the phrase thrown off in the above sentence most appropriately? Thrown off എന്നുള്ളതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എന്താണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ടു മേക്ക് സംവൺ ഫാൾ ഡൗൺ സഡൻലി. അപ്പം റോസ പാർക്ക് വാസ് ത്രോൺ ഓഫ് ദ മോണ്ടോഗമറി ബസ് ഫോർ റിഫ്യൂസിംഗ് ടു ഗീവ് അപ്പ് ഹെയർ സീറ്റ് ടു എ വൈറ്റ് passenger. Which definition fits the phrase thrown off? Thrown off എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ടു മേക്ക് someone fall down suddenly. അടുത്ത ക്വസ്റ്റ്യൻ. They can't decide dash to travel north dash south. They can't decide dash to travel north dash south. Use the right connective. കണക്റ്റീവ് ഏതാണ് ഇവിടെ വരുന്നത്? ഓപ്ഷൻ സി ആണ്. വെദർ ഓർ എന്നുള്ളതാണ്. ദേ കാൺ ഡിസൈഡ് വെദർ ടു ട്രാവൽ നോർത്ത് ഓർ സൗത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. ഐ മസ്റ്റ് റിമെമ്പർ ടു പാക്ക് എ ഹോളിഡേ ബുക്ക്. ഇവിടെ then my ma'am says that we must pack soon. We are going on a holiday to the sea coast. I am really looking forward to it. Rearrange the jumbled sentences in a logical manner. ഒരു ലോജിക്കൽ മാനറിൽ ഈ സെൻറ്റൻസിനെ റീഅറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. ബി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് വി ആർ ഗോയിങ് ഓൺ എ ഹോളിഡേ ടു ദ സീ കോസ്റ്റ്. I must remember to pack a നമുക്കൊന്നുകൂടി പറയാമേ. വി ആർ ഗോയിങ് on a holiday to the sea coast. Then after second sentence, my mum says that we must pack soon. Then next, I must remember to pack a holiday book. Then the last, I am really looking forward it. അപ്പോൾ 3, 2, 1, 4 എന്നതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബോൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദ ഡാഷ്. ഐ ട്രൈ ടു ത്രെഡ് ദ കോട്ടൺ ത്രൂ ദ ഡാഷ് ഓഫ് ദ നീഡിൽ. ചൂസ് ദ റൈറ്റ് വേർഡ് ടു ഫിറ്റ് ബോത്ത് സെൻറ്റൻസ്. രണ്ട് സെൻറ്റൻസിന് മാച്ച് ആകുന്ന വേർഡ് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഐ. ദ ബോൾ ഹിറ്റ് മീ സ്ട്രെയിറ്റ് ഇൻ ദ ഐ. ഐ ട്രൈ ടു ത്രെഡ് ദ കോട്ടൺ ത്രൂ ദ ഐ ഓഫ് ദ നീഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ അക്രോൺസ് ഗ്രോ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് പ്രോവർബ്? ഗ്രേറ്റ് ഓക്സ് ഫ്രം ലിറ്റിൽ അക്രോൺസ് ഗ്രോ. എന്താണ് ഈ പ്രോവർബിൻ്റെ മീനിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ. ഓൾ ഗ്രേറ്റ് തിങ്സ് സ്റ്റാർട്ട് സ്മോൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഹീ ഈസ് എ ഡാഷ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. കംപ്ലീറ്റ് ദ ഫിഗറേറ്റീവ് എക്സ്പ്രഷൻ. ഹീ ഈസ് എ ഡാഷ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. ഹീ ഈസ് എ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹീ ഈസ് എ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ഓർഡർ ടു ട്രാവൽ യു നീഡ് എ പാസ്പോർട്ട് dash you might need a visa, immunization jabs and fulfill quarantine conditions. Complete the sentences using the most appropriate connective. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇൻ അഡീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഐ ഹാവ് സീൻ ഹെയർ ഡാഷ് ടൈംസ് ദിസ് ഇയർ ബട്ട് നോട്ട് എവരി ഓഫൺ. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് യൂസിങ് ദ റൈറ്റ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. എ ഫ്യൂ ആണ്. ഐ ഹാവ് സീൻ ഹെയർ എ ഫ്യൂ ടൈംസ് ദിസ് ഇയർ ബട്ട് നോട്ട് എവരി ഓഫൺ. അടുത്ത ക്വസ്റ്റ്യൻ. വെൻ ഐ ഗോ ടു ദ ഹോസ്പിറ്റൽ ഷി ഡാഷ് സിറ്റ് ഇൻ ദ വെയിറ്റിംഗ് റൂം. ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദ സിറ്റ്. സിറ്റിൻ്റെ കറക്റ്റ് വാസ് സിറ്റിംഗ് ആണ് ഇവിടെ ആൻസർ. വെൻ ഐ ഗോ ടു ദ ഹോസ്പിറ്റൽ ഷി വാസ് സിറ്റിംഗ് ഇൻ ദ വെയിറ്റിംഗ് റൂം.
അടുത്ത ക്വസ്റ്റ്യൻ ഐ വിൽ വെയിറ്റ് അണ്ടിൽ ഐ സീ ഹിം. ചൂസ് ദ കറക്റ്റ് ടെൻസ് ഫോം. സിയുടെ കറക്റ്റ് ടെൻസ് ഫോമാണ് ഇവിടെ വരേണ്ടത്. ഇവിടെ സി തന്നെയാണ് ആൻസർ. ഐ വിൽ വെയിറ്റ് അണ്ടിൽ ഐ സീ ഹിം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഐ വെയിറ്റഡ് ഡാഷ് 9 o'clock ആൻഡ് ദെൻ വെൻറ്റ് ഹോം. ചൂസ് ദ റൈറ്റ് പ്രിപ്പോസിഷൻ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഐ വെയിറ്റഡ് അണ്ടിൽ 9 o'clock ആൻഡ് ദെൻ വെൻറ്റ് ഹോം. അടുത്ത ക്വസ്റ്റ്യൻ യു ഹാവ് ടു ടേക്ക് ആൻ എക്സാം ഡാഷ് ദ കോഴ്സ് പാസ്. ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ഓഫ് ദ പാസ്. പാസിൻ്റെ റൈറ്റ് ഓപ്ഷനാണ് ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ടു പാസ്. യു ഹാവ് ടു ടേക്ക് ആൻ എക്സാം ടു പാസ് ദ കോഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ മൈ ഡോട്ടർ ഈസ് ക്വൈറ്റ് ഷൈ ഡാഷ് ഷീ ഈസ് ആൻ അഗ്രസീവ് പ്ലെയർ ഇൻ ദ ബാഡ്മിൻ്റൺ കോർട്ട്. ചൂസ് ദ കറക്റ്റ് അഡ്വർബ്. ആൻസർ വരുന്നത് ഡി ആണ്. ഹൗവർ. മൈ ഡോട്ടർ ഈസ് ക്വൈറ്റ് ഷൈ ഹൗവർ ഷീ ഈസ് ആൻ അഗ്രസീവ് പ്ലെയർ ഇൻ ദ ബാഡ്മിൻ്റൺ കോർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് സ്പെല്ലിംഗ് ഓപ്ഷൻ എ ആണ്, കൊളോക്കിയൽ. അടുത്ത ക്വസ്റ്റ്യൻ ശരിയായ പദം ഏതാണ്? അവധൂതൻ എന്നതാണ് വാക്ക്. ഇവിടെ ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായ ഉത്തരം, അവധൂതൻ. 92ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ അക്കോർഡൻസ് വിത്ത്. ഉചിതമായ മലയാള പരിഭാഷ. ഉചിതമായ മലയാള പരിഭാഷ ഓപ്ഷൻ സി ആണ്, അതനുസരിച്ച് എന്നാണ്. ഇൻ അക്കോർഡൻസ് വിത്ത്, അതനുസരിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റ പദം എഴുതുക. ഗുരുവിൻ്റെ ഭാവം. ഗുരുവിൻ്റെ ഭാവം എന്താണ്? ഗൗരവം. അടുത്ത ക്വസ്റ്റ്യൻ ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദമാണ് വമ്രി. വമ്രിയാണ് ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം. അടുത്ത ക്വസ്റ്റ്യൻ വിപരീത പദം. രസം. രസത്തിൻ്റെ വിപരീത പദം എന്താണ്? രസം വിപരീത പദമാണ് നീരസം. രസം നീരസം. അടുത്തത് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക ഓപ്ഷൻ എ, ഇലയിട്ട് ചവിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ യാചകൻ എതിർലിംഗം എഴുതുക. യാചകൻ എതിർലിംഗമാണ് യാചകി. അടുത്ത ക്വസ്റ്റ്യൻ സലിംഗ ബഹുവചനം. സലിംഗ ബഹുവചനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ്, മിടുക്കന്മാർ. സലിംഗം മിടുക്കന്മാർ. സലിംഗം എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരേ ജെൻഡറിനെ കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക. എന്നീ, ഇ പ്ലസ് ഇന്നി, ഇന്നി, ഇ പ്ലസ് നീ ആണ് ഇന്നി. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ, ഇ പ്ലസ് നീ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിഗ്രി ലെവലിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തതിനേക്കാളും ആ ക്വസ്റ്റ്യൻ പേപ്പറിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ എല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കാണുക. ക്ലാസ്സുകളുടെ കൂടെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് കൂടി നിങ്ങൾ കണ്ടുപോകണം. ഇത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 2ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സാണ്. മറ്റ് ക്ലാസ്സുകൾ നമ്മൾ ഓരോ ദിവസം ഓരോ ക്ലാസ്സുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നിച്ച് നിന്നാൽ നമുക്ക് നേടാൻ സാധിക്കും. ഒന്നിച്ച് നമുക്ക് പഠിച്ച് മുമ്പേറാം. വിജയിക്കാൻ തന്നെ നമുക്ക് സാധിക്കും നമ്മൾ മനസ്സ് വെച്ചാൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.